മർക്കോസിൻ്റെ സുവിശേഷത്തിൽ 14:39 അധ്യായത്തിൽ വാക്യം. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ 14 അധ്യായം 39 വാക്യം. അത്യാഹിത ഘട്ടങ്ങളിൽ എന്താണ് സഭ ചെയ്യേണ്ടതെന്ന് നമ്മൾ ആദ്യം പഠിപ്പിച്ചത് ആരാ? സഭയ്ക്ക് വേണ്ടി രക്തം വിയർത്ത് മുട്ടുകുത്തിയ ഈശോ തന്നെയല്ലേ? ഈശോ മുട്ടുകുത്തുമ്പോൾ ഗാഗുൽത്തായിൽ ഗെത്സെമനി പ്രാർത്ഥിക്കുമ്പോൾ ഈശോ എന്താ ചെയ്തത്? സഭയ്ക്ക് വേണ്ടിയാണ് പ്രാർത്ഥിച്ചത്. സഭയ്ക്ക് വേണ്ടി വിശ്വാസികൾക്കും ശുശ്രൂഷ സംവിധാനങ്ങൾക്കും ശുശ്രൂഷകർക്കും എല്ലാം വേണ്ടിയാണ് ഈശോ പ്രാർത്ഥിച്ചത്. അപ്പോൾ സഭയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ ചോര വിയർത്താലും സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നാണ് ഗെത്സെമനി നൽകുന്ന പാഠം. ചോര വിയർത്താലും, പട്ടിണി കിടന്നാലും, സാമ്പത്തിക തകർച്ച വന്നാലും, രോഗം വന്നാലും നീ മുട്ടുകുത്തി സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നാണ് നമ്മളെ പഠിപ്പിച്ചത്. ശ്രുതികട ഹല്ലേലൂയ. പ്രാർത്ഥനയെന്ന് ടെസ്റ്റ് ചെയ്യേണ്ടെന്ന് എൻ്റെ അർത്ഥം. ഈ 14-19 എന്താ പറയണമെന്ന് അറിയാവോ? ഞാൻ എന്താ ഈശോയുടെ ഗെത്സെമനി പ്രാർത്ഥനകൾ ലൂക്കായുടെ സുവിശേഷത്തിലുണ്ട്, മത്തായിയുടെ സുവിശേഷത്തിലുണ്ട്, യോഹന്നാൻ്റെ സുവിശേഷത്തിലുണ്ട്. പക്ഷേ വൈ ഐ സെലക്ട് സെൻറ്റ് മാർക്ക്? ഞാനിത് പറയാനാണ് സെൻറ്റ് മാർക്കിനെ സെലക്ട് ചെയ്തത്. മർക്കോസിൻ്റെ സുവിശേഷം എടുത്തത് എന്താ? അതിലെഴുതിയിരിക്കുന്നത് അവൻ വീണ്ടും പോയി മുട്ടുകുത്തി 14:39 മർക്കോസിൻ്റെ സുവിശേഷം. അവൻ വീണ്ടും പോയി മുട്ടുകുത്തി അതേ വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നല്ല രസം. വീണ്ടും കാരണം ഒരു സെയിം അവൻ അപ്പോസ്തലന്മാരെ ഉറങ്ങണത് കണ്ടല്ലോ. അപ്പോഴവൻ പറഞ്ഞു നിങ്ങൾ ഉണർന്നു പ്രാർത്ഥിക്കാൻ പറഞ്ഞു. പക്ഷെ അതിന് ഗ്രോത്ത് ഒന്നുമില്ല. പ്രാർത്ഥിക്കാൻ പറഞ്ഞെങ്കിൽ അവർ ഉറങ്ങി പ്രാർത്ഥിച്ചില്ല, അവർ വീണ്ടും ഉറങ്ങുകയാണ് ചെയ്തത്. പക്ഷെ ഉറങ്ങിയത് കൊണ്ട് ഈശോയുടെ നടപടിക്രമങ്ങളിൽ എന്തോ കുഴപ്പമുള്ളത് കൊണ്ടാണ് ഇവരുടെ പ്രാർത്ഥന കേൾക്കാഞ്ഞെന്നുള്ള ധാരണ ഒന്നും ഈശോയ്ക്കില്ല. നമുക്കാണെങ്കിൽ കുഴപ്പം. ഈശോ ആദ്യം പറഞ്ഞപ്പോഴേ ആ പ്രാർത്ഥനയുടെ രീതികളിൽ വന്ന് എന്തോ ഒരു ചെറിയ കുഴപ്പം കൊണ്ടാണ് ആ പ്രാർത്ഥന കേൾക്കാഞ്ഞത്, അതുകൊണ്ടാണ് അവർ വീണ്ടും ഉറങ്ങിയതെന്നുള്ള ധാരണ അല്ല ഈശോക്കുള്ളത്. ഈശോക്ക് അതിൻ്റെ പ്രാർത്ഥനയിൽ നല്ല വിശ്വാസമുണ്ട്. പ്രാർത്ഥിക്കുന്ന മനുഷ്യന് ആദ്യം ഉണ്ടാകേണ്ടത് എന്താണ്? പ്രാർത്ഥനയുള്ള വിശ്വാസം തന്നെയാണ് ഉണ്ടാകേണ്ടത്. അതുകൊണ്ടാണ് വചനം അങ്ങനെ പറയണത്. അവൻ വീണ്ടും ചെന്നിട്ട് അതേ വചനം തന്നെ പറഞ്ഞ് പ്രാർത്ഥിച്ചു. പ്രാർത്ഥന കേട്ടില്ലെങ്കിലും അതിൻ്റെ ഫലം കണ്ടില്ലെങ്കിലും കർത്താവിന് പ്രാർത്ഥനയിലുള്ള വിശ്വാസത്തെ നഷ്ടപ്പെടുന്നില്ല. അതാണ് അതേ വചനമെന്ന് പറയണത്. ഞാൻ എന്തെങ്കിലും പറയണമെന്നറിയാവോ? ഓരോ രോഗങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങൾ ചിലർ ധ്യാനകേന്ദ്രം മാറ്റി പിടിക്കും, ചിലർ ദൈവത്തെ തന്നെ അങ്ങ് ഉപേക്ഷിച്ചിട്ട് സാത്താനെങ്കിൽ സാത്താൻ, കണിയാനെങ്കിൽ കണിക്കാനെന്നും പറഞ്ഞുകൊണ്ട് അവർ മരകണ്ട ആത്മരക്ഷയെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് ശരീരരക്ഷ ഉറപ്പുവരുത്തുന്ന വലിയ മണ്ടത്തരങ്ങൾ കാണിക്കും. പക്ഷേ എപ്പോഴും ഓർക്കേണ്ടതാണ്, പ്രാർത്ഥിക്കുന്ന വ്യക്തി എപ്പോഴും ചിന്തിക്കണം, എൻ്റെ പ്രാർത്ഥന അത് ദൈവത്തോടാണ് പ്രാർത്ഥിക്കണമെങ്കിൽ അതിന് പിന്നെ അപ്ഗ്രേഡേഷൻ്റെ ഒരു ആവശ്യമില്ല. അതായത് നമ്മുടെ പ്രാർത്ഥനയിൽ നമുക്ക് തന്നെ ഒരു വിശ്വാസം ഉണ്ടാകണം. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, എന്റെ പ്രാർത്ഥനയില് കർത്താവേ എനിക്ക് തന്നെ ഒരു വലിയ വിശ്വാസം നൽകി എന്നെ അഭിഷേകം ചെയ്യണമേ. ശ്രുതികട ഹല്ലേലൂയ. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറങ്ങി, ചോദിച്ചാൽ ലഭിച്ചിടുന്നത് നിശ്ചയം. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറങ്ങി, ചോദിച്ചാൽ ലഭിച്ചിടുന്നത് നിശ്ചയം. നിശ്ചയം നിശ്ചയം അത് നിശ്ചയം, വാക്കു പറഞ്ഞവൻ മാറുകയില്ല. നിശ്ചയം നിശ്ചയം അത് നിശ്ചയം, മകത്തും തന്നെ വരില്ല. പ്രാർത്ഥിച്ചാൽ ഉത്തരവുണ്ട്, യാചിച്ചാൽ മറുപടി, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടുന്നത് നിശ്ചയം. പ്രാർത്ഥിച്ചാൽ ഉത്തരവുണ്ട്, യാചിച്ചാൽ
യാചിച്ചാൽ മറുപടി മുക്തിയാൽ തുറന്നി ചോദിച്ചാൽ ലഭിച്ചിടുമതു നിശ്ചയം. ഇപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, ഈശോ ഈ 14:39 വചനം മർക്കോസ്, അതാണ് നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രാർത്ഥിക്കുന്ന വ്യക്തികളത് അറിയണം. എന്താ 14:39 നമ്മൾ വായിച്ചത്? അവൻ വീണ്ടും പോയി, അവൻ ഉറങ്ങുന്നത് കണ്ടിട്ടും തൻ്റെ പ്രാർത്ഥന ഫലിക്കുന്നില്ല എന്ന് കണ്ടിട്ടും, പക്ഷെ അവൻ്റെ പ്രാർത്ഥനയിൽ നമുക്ക് വിശ്വാസക്കുറവില്ല. എന്താ? അവൻ വീണ്ടും പോയി അതേ വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചു. എന്തുകൊണ്ടാണ് അങ്ങനെ അതേ വചനം പറഞ്ഞ് വീണ്ടും പ്രാർത്ഥിക്കാൻ കാരണം? പ്രാർത്ഥനയുടെ മാറ്റർ, അതിൻ്റെ വിഷയം കൂട്ടുകയോ അതിൻ്റെ വരികൾ കൂട്ടുകയോ അക്ഷരം കൂട്ടുകയോ ഒന്നും ചെയ്തില്ല. അവൻ വീണ്ടും അതേ വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചത് എന്താ? അവൻ്റെ പ്രാർത്ഥനയിൽ അത് ദൈവം കേൾക്കുമെന്ന് അവന് ആഴമായ വിശ്വാസമുണ്ട്. ദിസ് ഈസ് ദ സെൻസിറ്റീവ് പോയിന്റ്. പ്രാർത്ഥനയുടെ ഏറ്റവും സെൻസിറ്റീവ് പോയിൻ്റാണ്. എന്താണ്? നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന അതിൽ തന്നെ സമ്പൂർണ്ണമാണെന്നും അതിന് വേറെ ഒരു പ്രാർത്ഥനയുടെ ആവശ്യമില്ല എന്നും ആൾട്രേഷൻ വേണ്ട എന്നും നമുക്ക് തോന്നണം. അതിന് നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഇപ്പോഴേ ലാസറിലെ കുഴിമാടത്തെങ്കിൽ ഈശോ നിൽക്കത്തില്ലേ? അപ്പോഴേ ലാസറിൻ്റെ കുഴിമാടത്തെങ്കിൽ ഈശോ നിൽക്കുമ്പോഴേ ഈശോ എന്താണ് പറയണത്, പ്രഖ്യാപിക്കണത്? 11:42 യോഹന്നാൻ്റെ സുവിശേഷം 11:42 എന്താ ഈശോ പറയുന്നത്? ആ ശവക്കല്ലറയിലെ ഒരു മനുഷ്യൻ ചത്തു ചെഞ്ഞ് ജഡമായി പുഴുവായിട്ടിരിക്കുമ്പോഴേ അതിൻ്റെ മുമ്പിൽ നിന്നും ഈശോ പറയുന്ന ഒരു പ്രഖ്യാപനമുണ്ട്. എന്താണ് പറയണത്? പിതാവേ, അങ്ങ് എൻ്റെ പ്രാർത്ഥന കേൾക്കുമെന്ന് എനിക്കറിയാം. പ്രൈസ് ദി ലോർഡ്. അതാണ് 11:42 നടപടിപ്പ് യോഹന്നാൻ്റെ സുവിശേഷം 11:42. പിതാവേ, അങ്ങ് ഏറ്റു പറഞ്ഞ മക്കളെ, പിതാവേ, അങ്ങ് എൻ്റെ പ്രാർത്ഥന കേൾക്കുമെന്ന് എനിക്കറിയാം. ഇപ്പൊ പ്രാർത്ഥിക്കുന്ന ഓരോ മക്കൾക്കും ഈശോയുടെ ഈ മനോഭാവം ഉണ്ടാകണം. എന്താണ്? അവർ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ദൈവം കേൾക്കുമെന്ന് നമുക്ക് ബോധ്യം ഉണ്ടാകണം. അതുകൊണ്ടാണ് ഈശോ മർക്കോസിൻ്റെ 14:39 അവൻ വീണ്ടും പോയി അതേ വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചെന്ന് പറയണത്. എന്താ കാര്യം? ഈശോയ്ക്കറിയാം, പിതാവേ, അങ്ങ് എൻ്റെ പ്രാർത്ഥന കേൾക്കുമെന്ന് എനിക്കറിയാം. പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തികൾക്കും അതാണ് എനിക്ക് പറയാനുള്ളത്. ഈ സഭയ്ക്ക് ഈ ലോകത്തിന് കൊടുത്ത ഏറ്റവും വലിയ സംഭാവന എന്താണെന്ന് അറിയാവോ? പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ സാന്നിധ്യം ജനജീവിതത്തിൽ സംലഭ്യമാക്കാനുള്ള ഉറപ്പാർന്നൊരു അടയാളമാണ് സഭ. അതാണ് സഭയുടെ ദൗത്യം എന്ന് പറയണത്. വേറെ എന്ത് സ്കൂൾ ഉണ്ടാക്കിയാലും കോളേജ് ഉണ്ടാക്കിയാലും ഹോസ്പിറ്റൽ ഉണ്ടാക്കിയാലും ഇതൊന്നും നമ്മുടെ പ്രൈമറി ദൗത്യത്തിൻ്റെ ഭാഗമേ അല്ല. ഒരു തകർച്ച വരുന്നൊരു സമയത്ത് പൗലോസ് അപ്പോസ്തലൻ കപ്പൽ മുങ്ങാൻ പോയപ്പോഴേ അവരോട് എന്താ പറഞ്ഞിരിക്കുന്നത്? നിങ്ങളെ ആരും നഷ്ടപ്പെടുകയില്ല. കപ്പൽ ചിലപ്പോൾ പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. കാരണം കർത്താവിൻ്റെ ദൂതൻ ഇന്ന് എന്നോട് പറഞ്ഞു, ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ പൗലോസ് നീ പ്രാർത്ഥിക്കുന്നത് കാരണം ഈ കപ്പലിലുള്ള ആരുടെയും ശരീരത്തിലെ ദുർബുദ്ധി കൈവെക്കത്തില്ല എന്ന് പറഞ്ഞു. അപ്പം സഭ ഒരു കപ്പലാണ്. ഇതിൽ എല്ലാ ജാതി മതസ്ഥരും മനുഷ്യരും ഉണ്ട്, ഭീകരന്മാരുമുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്നൊരു വിഷയം എന്താണ്? ഈ ഒരു അവസ്ഥയിൽ ഭീകരന്മാരുമായിട്ട് തന്നെയാണ് ഈ കപ്പൽ സഞ്ചരിച്ചിരിക്കണം. മാൾട്ടായിലേക്ക് കപ്പൽ സഞ്ചരിക്കണം. നമുക്ക് നടപടി പുസ്തകത്തിൻ്റെ 27-ാം അധ്യായത്തിലുണ്ടത്. മാൾട്ടായിലേക്ക് കപ്പൽ സഞ്ചരിക്കുന്നത് എന്താണ്? ഭീകരന്മാരുമായിട്ടാണ് സഞ്ചരിക്കുന്നത്. ഭീകരന്മാർ, കള്ള നടത്തിയവർ, കൊല നടത്തിയവരുമായിട്ടാണ് ഈ കപ്പൽ റോമിലേക്ക് പോണത്. അപ്പോൾ കപ്പലും മുങ്ങുവായെന്ന് പറയുമ്പോൾ ഭീകരന്മാർ രക്ഷപ്പെടാതിരിക്കാൻ വേണ്ടി ഉടനെ റോമൻ പട്ടാളക്കാർ ഭീകരന്മാരെ കൊല്ലാൻ പോകും. അപ്പോൾ പൗലോസാണ് പറയണത്, ഭീകരന്മാരെ കൊല്ലരുത്. നമ്മളിപ്പോൾ ഭീകരന്മാരെ കൊല്ലണമെന്നും പറഞ്ഞ് കൊലവിളി നടത്തുകയും അതുപോലെ തന്നെ വലിയ ആശങ്കകൾ സമൂഹത്തെ പ്രചരിപ്പിക്കുകയും ചെയ്യണം. പക്ഷെ പൗലോസ് എന്താ പറഞ്ഞത്? ഭീകരന്മാരെ കൊല്ലരുത്, അവരെ രക്ഷപ്പെട്ടാൽ അവരെ കൊന്നാൽ നമ്മളും രക്ഷപ്പെടത്തില്ല എന്നാ. അതാ പൗലോസിന്റെ നിർദ്ദേശം. അതാണ് ആദ്യസഭയുടെ അനുഭവങ്ങളെ. ശ്രുതികട ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ,
ഹല്ലേലൂയ 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 യേശുവേ സ്തുതി ഹല്ലേലൂയ 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 യേശുവേ സ്തുതി ഹല്ലേലൂയ ഹല്ലേലൂയ പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയും, മുട്ടിയാൽ ഉറങ്ങി, ചോദിച്ചാൽ ലഭിച്ചിടും അതു നിശ്ചയം. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയും, മുട്ടിയാൽ ഉറങ്ങി, ചോദിച്ചാൽ ലഭിച്ചിടും അതു നിശ്ചയം. നിശ്ചയം നിശ്ചയം അതു നിശ്ചയം, വാക്കു പറഞ്ഞവൻ മാറുകയില്ല. നിശ്ചയം നിശ്ചയം അതു നിശ്ചയം, വാഗ്ദത്തം തന്നവനവരുകില്ല. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയും, മുട്ടിയാൽ തുറങ്ങി, ചോദിച്ചാൽ ലഭിച്ചിടും അതു നിശ്ചയം. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയും, മുട്ടിയാൽ തുറങ്ങി, ചോദിച്ചാൽ ലഭിച്ചിടും അതു നിശ്ചയം. ശ്രുതികടെ ശ്രുതികടെ ഹല്ലേലൂയ 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 യേശുവേ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. എല്ലാവരും ചേർന്ന് സർവ്വത്തെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ 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 യേശുവേ ആരാധന ആരാധന. ഹല്ലേലൂയ 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 യേശുവേ മഹത്വം 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 കർത്താവേ. ഞങ്ങളെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു. ഹല്ലേലൂയ 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 യേശുവേ സ്തുതി. ഹല്ലേലൂയ. പ്രാർത്ഥിച്ചാൽ ഉത്തരം ഒരുമിച്ച് പാടുക. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയും, മുട്ടിയാൽ തുറങ്ങി, ചോദിച്ചാൽ ലഭിച്ചിടും അതു നിശ്ചയം. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയും, മുട്ടിയാൽ തുറങ്ങി, ചോദിച്ചാൽ ലഭിച്ചിടും അതു നിശ്ചയം. നിശ്ചയം നിശ്ചയം അതു നിശ്ചയം, വാക്കു പറഞ്ഞവൻ മാറുകയില്ല. നിശ്ചയം നിശ്ചയം അതു നിശ്ചയം, വാഗ്ദത്തം തന്നവനവരുകില്ല. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയും, മുട്ടിയാൽ തുറങ്ങി, ചോദിച്ചാൽ ലഭിച്ചിടും അതു നിശ്ചയം. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയും, മുട്ടിയാൽ തുറങ്ങി, ചോദിച്ചാൽ ലഭിച്ചിടും അതു നിശ്ചയം. ആവേ മരിയ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി എന്നെയും എൻ്റെ കുടുംബത്തെയും ഉയർത്തിയതിനായി നന്ദി പറയുന്നു. എൻ്റെ പേര് അഖിലാമോൾ. ഞാൻ തിരുവനന്തപുരം ജില്ലയിലെ സെൻറ്റ് പീറ്റേഴ്സ് ചർച്ച് കീഴാറൂർ ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ 2021 സെപ്റ്റംബർ 23 ഉടമ്പടി എടുത്തത്. ആദ്യം എൻ്റെ ഉടമ്പടിയിലെ നിയോഗം എനിക്കൊരു ഗവൺമെൻറ് ജോലി ലഭിക്കുക എന്നതായിരുന്നു. ഞാൻ 7 വർഷമായി PSC പരീക്ഷകൾ എഴുതുന്നു. എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് പോകും, പക്ഷേ ഒരു ലിസ്റ്റിലും വരില്ല. ഞാനങ്ങനെ 2021 ഉടമ്പടി എടുത്ത് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ സപ്ലിമെൻ്ററി ലിസ്റ്റുകളിൽ വരാൻ തുടങ്ങി. അങ്ങനെ ഒത്തിരി ലിസ്റ്റുകളിൽ സപ്ലിമെൻ്ററി തന്നെ വന്നുകൊണ്ടിരുന്നു. ഞാനങ്ങനെ മാനസികമായി തളർന്നു. എൻ്റെ കൂടെ പഠിക്കുന്നവർക്കെല്ലാം ജോലിയായി, എനിക്ക് മാത്രം ഒന്നും ആയില്ല. മാനസികമായി ഞാൻ വളരെയധികം വിഷമിച്ചു. അങ്ങനെ 2023 3 ലിസ്റ്റുകളിൽ ഞാൻ ഉൾപ്പെട്ടു. VFA, ബെവ്കോ LD, കമ്പനി ബോൺ അസിസ്റ്റൻറ്റ്, ഇതെല്ലാം സപ്ലിമെൻ്ററി ലിസ്റ്റ് തന്നെയായിരുന്നു. അപ്പോൾ സപ്ലിമെൻ്ററി ലിസ്റ്റ് തന്നെ ആയതുകൊണ്ട് തന്നെ ഒരു മെരിറ്റും എനിക്കില്ല. 0 മെരിറ്റിൽ നിന്നും ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു, എൻ്റെ അമ്മേ, പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് എന്നെ ഉയർത്തണമേ, എനിക്കൊരു ഗവൺമെൻറ് ജോലി തന്ന് എന്നെ അനുഗ്രഹിക്കണമേ. അങ്ങനെ ഞാൻ 2024 ഏപ്രിലിൽ എനിക്ക് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ വന്ന് കണ്ട് പ്രാർത്ഥിക്കുവാനും അനുഗ്രഹം വാങ്ങുവാനും എനിക്ക് അവസരം ലഭിച്ചു. അങ്ങനെ അന്ന് അച്ഛൻ എന്നോട് പറഞ്ഞത്, സാക്ഷ്യം പറയാം എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കൂ. ഞാനങ്ങനെ കരഞ്ഞ് അച്ഛൻ്റെ കൈകൾ എൻ്റെ തലയിൽ വയ്ക്കുമ്പോൾ ഞാൻ അവിടെ ഇരുന്ന് വിറയ്ക്കുകയായിരുന്നു. ഞാനങ്ങനെ അച്ഛനങ്ങനെ പ്രാർത്ഥിച്ചു, എന്നെ വിട്ടു. 2025 ഏപ്രിൽ 11 എൻ്റെ കൈകളിൽ ഇതാ എൻ്റെ പരിശുദ്ധ അമ്മ അപ്പോയിൻമെൻറ്റ് ലെറ്റർ എനിക്ക് തന്നു. ഞാൻ എൻ്റെ 3 ലിസ്റ്റിൻ്റെയും ഫ്രണ്ട് പേജും എൻ്റെ പേരുൾപ്പെട്ട സപ്ലിമെൻ്ററി ലിസ്റ്റിലെ എൻ്റെ പേരുൾപ്പെട്ട ആ പേജ് ഉൾപ്പെടെയാണ്
ഞാൻ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത 3 കോപ്പികളായിട്ട് ഞാൻ ഇവിടെ കൊണ്ടുവന്നു. ഞാൻ എൻ്റെ മനസ്സിലുള്ളത് എനിക്ക് കിട്ടേണ്ടത് VFA, വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ്, അതാണ് എൻ്റെ ആഗ്രഹം. ഞാൻ അതുകൊണ്ട് തന്നെ ആ പേപ്പർ ഫ്രണ്ടിൽ വെച്ച് ഞാൻ കൊടുത്തു. അച്ഛൻ അവിടെ ഈശോയുടെ തിരുസ്വരൂപത്തിന് മുൻപിലും മാതാവിൻ്റെ അടുക്കലും കൊണ്ടുവച്ചത് ആ പേപ്പർ തന്നെയായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചു. അപ്പോൾ എനിക്ക് എൻ്റെ റൊട്ടേഷൻ പ്രകാരം 87 വേക്കൻസി വന്നാൽ മാത്രമേ എനിക്ക് ലഭിക്കുകയുള്ളൂ. അങ്ങനെ ഒരു മെറിറ്റുമില്ല. ചിലപ്പോൾ ലിസ്റ്റ് തീരാറാവുമ്പോൾ, ക്യാൻസൽ ആവാറാവുമ്പോൾ ചിലപ്പോൾ കിട്ടുമായിരിക്കാം. പക്ഷേ ലിസ്റ്റ് ഇതാ 1 വർഷമായപ്പോഴേക്കും നവംബറിൽ 8ഉം 7ഉം വേക്കൻസികൾ വന്നപ്പോൾ എൻ്റെ സീറ്റ് എൻ്റെ മാതാവ് അവിടെ ഉറപ്പിച്ചു. എനിക്ക് ഫെബ്രുവരി, എൻ്റെ മാതാവിൻ്റെ മനസ്സിലിങ്ങനെ തന്നുകൊണ്ടിരുന്നു ഫെബ്രുവരി 24. അപ്പോൾ ഞാൻ എന്ത് അനുഗ്രഹമാണെന്ന് എനിക്കറിയില്ല, ജോലിയാണോ എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ അപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നത് എല്ലാവരും ചൊവ്വാഴ്ചകളിൽ അനുഗ്രഹം കിട്ടി എന്ന് പറയുന്നതാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ, എനിക്ക് വേക്കൻസി റിപ്പോർട്ട് ആവുന്നതായാലും എനിക്ക് അഡ്വൈസ് വരുന്നതായാലും ഒരു ചൊവ്വാഴ്ചയായിരിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കും. അപ്പോൾ ഫെബ്രുവരി 24-ാം തീയതി എനിക്ക് വേണ്ടിയിട്ടുള്ളൊരു വേക്കൻസി റിപ്പോർട്ടായി. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ, അത് ചൊവ്വയല്ലല്ലോ, തിങ്കളല്ലേ. പിന്നീട് 2-3 ദിവസം കഴിഞ്ഞപ്പോഴാണ് എൻ്റെ മനസ്സിലേക്ക് തന്ന ആ ഡേറ്റ്, ഫെബ്രുവരി 24 എന്ന ഡേറ്റിനാണ് എൻ്റെ വേക്കൻസി റിപ്പോർട്ടായത്. അതുപോലെ എൻ്റെ അഡ്വൈസ്, എൻ്റെ പ്രൊഫൈലിൽ വന്നത് ഒരു ബുധനാഴ്ചയായിരുന്നു. അപ്പോൾ എൻ്റെ കയ്യിൽ കിട്ടിയത് വേറൊരു ദിവസം. അപ്പോൾ ഞാൻ പറഞ്ഞു, ദൈവമേ, ഇതും ചൊവ്വാഴ്ചയില്ലല്ലോ. പക്ഷേ ഞാൻ പെട്ടെന്നാണ് ആ അഡ്വൈസിൽ ലെറ്ററിൽ ആ ഡേറ്റ് ഞാൻ ശ്രദ്ധിച്ചത്, അതൊരു ചൊവ്വാഴ്ച, 4-ാം തീയതി ചൊവ്വാഴ്ചയായിരുന്നു. അതും എൻ്റെ മാതാവ് പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് എന്നെ ഉയർത്തിയതിൻ്റെ വലിയൊരു അടയാളമായിട്ടാണ് എനിക്കത് തന്നത്. അതുപോലെ ഈ ഡിസംബറിൽ 6ാമത്തെ ഉടമ്പടി പുതുക്കിയപ്പോൾ ഞാൻ പറഞ്ഞത്, മാതാവേ, എനിക്ക് പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് എനിക്കിവിടെ അൾത്തേരിയിൽ നിൽക്കണം, എനിക്കൊരു അടയാളം എനിക്ക് കാണിച്ചു തരണമേ. അമ്മയുടെ അവിടെ നിന്ന് വരുമ്പോൾ മാതാവിനെയോ അല്ലെങ്കിൽ വിളക്കാലോ എന്തെങ്കിലും പിടിക്കാനുള്ള ഒരു അനുഗ്രഹം എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിച്ചു. പക്ഷേ എനിക്ക് അവിടെ നിന്നുള്ള ടോക്കൺ ലഭിച്ചില്ല. അങ്ങനെ എൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഒരു ചേച്ചിക്ക് വിളക്കാല് പിടിക്കാനുള്ള ടോക്കൺ ലഭിച്ചു. അപ്പോൾ ഒരു കുഞ്ഞിനെയും കയ്യിൽ വെച്ചാണ് നിന്നത്. അപ്പോൾ അവിടെ നിന്ന് സിസ്റ്റർ എന്നെ പറഞ്ഞു, മോള് വയ്ക്കണ്ട, വേറെ ആരെങ്കിലും പിടിക്കുമെന്ന് പറഞ്ഞ് കൈ നീട്ടി. ഞാനാണ് ആദ്യം കൈ നീട്ടിയത്. അങ്ങനെ അപ്പോൾ എനിക്കാണ് ആ വിളക്കുകാല് വഹിച്ചുകൊണ്ട് ഏറ്റവും മുന്നിലൂടെ വരാൻ സാധിച്ചത്. അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി, എൻ്റെ മാതാവിൻ്റെ കാര്യത്തിൽ ഇടപെട്ടു, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് എന്നെ ഉയർത്താൻ പോവുകയാണ് എന്നെനിക്ക് മനസ്സിലായി. അങ്ങനെ ഞാൻ നാളെ ജോയിൻ ചെയ്യാൻ പോവുകയാണ്. അമ്മയുടെ സന്നിധിയിൽ വന്ന് എനിക്കിന്ന് സാക്ഷ്യം പറയാൻ എന്നെ അനുഗ്രഹിച്ചതിനായി നന്ദി പറയുന്നു. എനിക്ക് ജോലി ലഭിച്ചത് മലപ്പുറം ജില്ലയിൽ വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻ്റായിട്ടാണ്, മേൽമുറി എന്ന വില്ലേജ് ഓഫീസിൽ. ഞാനങ്ങനെ നാളെ ജോയിൻ ചെയ്യാൻ പോവുകയാണ്. രണ്ടാമത് വലിയൊരു സംരക്ഷണം, മാതാവിൻ്റെ വലിയൊരു സംരക്ഷണം എനിക്ക് ലഭിച്ചതിൻ്റെ നന്ദി പറയുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. 2024 ഡിസംബറിൽ ഞാൻ 6ാമത്തെ ഉടമ്പടി പുതുക്കി ഇവിടെ നിന്ന് പോയി. 2025 ജനുവരി 17-ാം തീയതി ഞങ്ങളൊരു മൂന്നാറിലേക്ക് ഞാനും എൻ്റെ ഹസ്ബൻഡും അമ്മയും കൂടി മൂന്നാറിലേക്ക് ടൂർ പോയതായിരുന്നു. 8 മണിക്ക് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി, രാത്രി 8 മണിക്ക് ഇറങ്ങി. 10 കാലമായതോടെ ഞങ്ങൾ സഞ്ചരിച്ച വാഹനം നെടുമങ്ങാട് ഇഞ്ചിയം എന്ന സ്ഥലത്ത് വെച്ച് വാഹനം മറിഞ്ഞു. അപ്പോൾ സാധാരണ ഞാൻ എവിടെ പോയാലും ഉടമ്പടി തൈലം എൻ്റെ നെറ്റിൽ പുരട്ടുകയും ഞാൻ എൻ്റെ ഭർത്താവിന് പുരട്ടുകയും ഉടമ്പടി ഉപ്പ് ഞാൻ ഭക്ഷിക്കുകയും എല്ലാം ചെയ്യാറുണ്ട്. എന്നാൽ അന്നേ ദിവസം എനിക്ക് പറ്റിയില്ല. ആ തിരക്കുകൾ കാരണം, ആ രാത്രിയിൽ ആ തിരക്കുകൾ കാരണം എനിക്ക് പറ്റിയില്ല. എന്നാൽ എൻ്റെ ബാഗിലുണ്ടായിരുന്നു. അപ്പോൾ 9 മണിയായപ്പോഴേക്കും ഫുഡ് കഴിക്കാൻ വേണ്ടി അവിടെ ഒരിടത്ത് നിർത്തിയപ്പോഴേക്കും എൻ്റെ മനസ്സിലിരുന്ന് പറയുകയാണ്, നീ ഉടമ്പടി തൈലം പുരട്ടിയിട്ടില്ല, നീ അത് പുരട്ടെടുത്ത്. ഞാൻ ഉടമ്പടി തൈലം പുരട്ടുകയും ഉപ്പ് എടുത്ത് കഴിക്കുകയും ചെയ്തു. അത് കഴിഞ്ഞ് ആരോ എൻ്റെ മനസ്സിൽ, എനിക്ക് ജപമാല, ഞാൻ എപ്പോഴും ജപമാല എൻ്റെ കയ്യിൽ സൂക്ഷിക്കും. എവിടെ പോയാലും എൻ്റെ കയ്യിൽ ജപമാല കാണും. അഥവാ ഇല്ലെങ്കിൽ തന്നെ എനിക്ക് ടെൻഷനാണ്, എവിടെയാണ് അത് വെച്ചത് എന്ന് പറഞ്ഞ് ടെൻഷൻ. വീട്ടിൽ എത്തുന്നവരെ എനിക്ക് ടെൻഷനായിരിക്കും. അങ്ങനെ ഞാൻ ജപമാല പറയാൻ വേണ്ടി കയ്യിൽ എൻ്റെ ജപമാല എടുത്തു. പക്ഷേ എനിക്ക് ജപമാല അവിടുത്തെ അതിൻ്റെ അകത്തുള്ള ബഹളം കാരണം എനിക്ക് പറ്റിയില്ല.
അപ്പോൾ എൻ്റെ മനസ്സിൽ ആരോ പറയുകയാണ്, എൻ്റെ അമ്മേ, എൻ്റെ ആശ്രയമേ എന്ന് നീ പറയാം. അങ്ങനെ ഞാൻ ജപമാലയിൽ ഫുള്ള് എൻ്റെ അമ്മേ, എൻ്റെ ആശ്രയമേ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. അതാ ഒരു ജപമാലയിൽ ഫുള്ളായി 10:15 എന്ന ആ സമയത്ത് ഫുള്ളായ ആ നിമിഷത്തിൽ വണ്ടി. പക്ഷേ എനിക്ക് അനുഭവപ്പെട്ടത് ഒരു കളിപ്പാട്ടം എടുത്ത് നമ്മളിങ്ങനെ മറിച്ച് വയ്ക്കുന്ന ആ ഒരു അനുഭവം. ഒത്തിരി ആളുകൾക്ക് പൊട്ടലും ഭയങ്കര മാരകമായിട്ടാണ് അതിൽ ഒരാളുടെ ജീവൻ നഷ്ടപ്പെട്ടു. ടൂറിസ്റ്റ് ബസ് മറിഞ്ഞതാണ്. അപ്പോൾ പക്ഷേ ആ ബസ്സിൽ ഏറ്റവും ആദ്യം ആരുടെ സഹായമില്ലാതെ ആ ബസ്സിൽ ഓടി ഒരു ഗുഹ പോലെ എനിക്ക് തോന്നി. അതിൻ്റെ ആ ഇത് കണ്ണാടി പൊട്ടിയതിൻ്റെ ആ ഒരു ഇതായിരുന്നു, ഗുഹ പോലെ ഉണ്ടായിരുന്നു. ഞാൻ അതിലൂടെ ഇറങ്ങി ഓടി. ആദ്യം ഒരാളുടെ സഹായവും ഇല്ലാതെ ആ വാഹനത്തിൻ്റെ പുറത്തെത്തിയത് ഞാനായിരുന്നു. എന്നിട്ട് ഞാൻ പുറത്തുനിന്ന് പ്രാർത്ഥിക്കുകയാണ്, മാതാവേ, ആർക്കും ഒന്നും പറ്റരുതേ, അമ്മയുടെ പ്രത്യക്ഷണത്തിൻ്റെ സാക്ഷിയായിട്ട് എന്നെ മാറ്റണമേ, ഞാനിവിടെ സാക്ഷ്യം പറയാം. അങ്ങനെ ഒരു പോറൽ പോലും പറ്റാതെ എൻ്റെ ഫാമിലിയെ എൻ്റെ പരിശുദ്ധ മാതാവ് സംരക്ഷിച്ചു. അങ്ങനെ മാതാവിൻ്റെ വലിയൊരു സംരക്ഷണം എനിക്കും എൻ്റെ കുടുംബത്തിനും അനുഭവിക്കാൻ കഴിഞ്ഞു. ആ മാസം തന്നെ ജനുവരി 28-ാം തീയതി ജോസഫ് അച്ഛൻ ധ്യാനത്തിൽ പറഞ്ഞത്, വലിയ പ്രാർത്ഥനകൾ ചില സമയത്ത് നമുക്ക് പറയാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ ചെറിയ സുഹൃത ജപങ്ങളായിരിക്കും നമ്മളെ ശക്തിപ്പെടുത്തുന്നത്. അന്ന് അച്ഛൻ പറഞ്ഞത്, എൻ്റെ അമ്മേ, എൻ്റെ ആശ്രയമേ എന്നൊരു സുഹൃത ജപമാണ് പറഞ്ഞത്. അതിൻ്റെ പരിശുദ്ധ അമ്മ ആ അപകട സമയത്ത് എൻ്റെ മനസ്സിൽ പറഞ്ഞു തന്ന ഇതായിരുന്നു. അതുപോലെ ഈ ജോലി ലഭിക്കുന്നതിന് മുമ്പ് തന്നെ മാനസികമായി വളരെയധികം ഞാൻ പ്രയാസപ്പെട്ടു. ഡിപ്രഷൻ്റെ അവസ്ഥയിലേക്ക് തന്നെ പോയി. ഒറ്റപ്പെടലിൻ്റെ വളരെയധികം പാനിക് അറ്റാക്ക് പോലുള്ള അവസ്ഥകൾ, അങ്ങനെ ആ മാരകമായ അവസ്ഥകളിലൂടെ ഞാൻ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. എൻ്റെ പരിശുദ്ധ അമ്മ അതിൽ നിന്നെല്ലാം ഉടമ്പടി നേർച്ച വസ്തുക്കളുടെ ഉപയോഗത്തിലൂടെ പരിശുദ്ധ അമ്മ അതെല്ലാം തരണം ചെയ്ത് എന്നെ ഒരു ധൈര്യവതിയാക്കി ഇപ്പോൾ ഇതാ ഇവിടെ നിർത്തിയിരിക്കുകയാണ്. വളരെ സ്റ്റേജ് ഫിയറുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. കുറച്ച് മുന്നേ വരെ അവിടെ നിന്ന് വിറക്കുകയായിരുന്നു, ഞാൻ കരയുകയായിരുന്നു. മാതാവ്, എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല, എനിക്ക് എന്തൊക്കെ പറയണമെന്നുണ്ട്, പക്ഷേ ഒന്നും പറ്റുന്നില്ല, ഞാൻ വിറക്കുകയായിരുന്നു. പക്ഷേ ഇതാ എൻ്റെ മാതാവിനെ ഇവിടെ ധൈര്യപൂർവ്വം എന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നു. അതുപോലെ എൻ്റെ ജീവിതത്തിലുണ്ടായ ഉടമ്പടിയിലൂടെ എൻ്റെ ജീവിതത്തിലുണ്ടായ മാറ്റം, ഞാൻ നേരത്തേക്ക് വർഷത്തിലൊരിക്കൽ കുമ്പസാരിക്കുകയും അല്ലെങ്കിൽ ചിലപ്പോൾ പാപങ്ങളെല്ലാം മറച്ചു വെച്ച് കാട്ടിക്കുട്ടി ഒരു കുമ്പസാരമായിരിക്കും. പക്ഷേ ഇപ്പോൾ ഞാൻ എഴുതി വയ്ക്കും, എൻ്റെ പാപങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ എഴുതി വയ്ക്കും. ഓരോ കുമ്പസാരവും ഞാൻ എഴുതി വച്ച് എൻ്റെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് മനസ്തപിച്ച് ഞാൻ കുമ്പസാരിക്കും. കുർബാനയിലാണെങ്കിലും നേരത്തേക്ക് താമസിച്ച് കുർബാന തുടങ്ങി ഒരു 5-10 മിനിറ്റ് ആയതിനു ശേഷമായിരിക്കും ഞാൻ പോവുക. പക്ഷേ ഇപ്പോൾ എനിക്ക് തുടങ്ങുമോ എന്നൊരു പേടിയോടെ ഞാൻ ഓടും. അങ്ങനെ ഈശോയെയും മാതാവിനെയും കൂടുതൽ സ്നേഹിക്കുവാനും മഹത്വപ്പെടുത്തുവാനും എനിക്ക് പറ്റുന്നു. അതുപോലെ ബൈബിൾ വായനയിൽ ഞാൻ ഈ PSC പഠിക്കുമ്പോൾ PSC ബുക്കുകളെല്ലാം ഞാൻ ആശ്രയിക്കുന്നത്, ഏറ്റവും കൂടുതൽ ഞാൻ വായിക്കുന്നത് ബൈബിളായിരുന്നു. എത്ര വായിച്ചാലും മതിയാവില്ല. അങ്ങനെ വായിച്ച് മനസ്സിലാക്കി വീണ്ടും അച്ഛൻ പറയും, നിങ്ങൾ കൂടുതൽ വായിക്കുന്നതിലല്ല, കൂടുതൽ മനസ്സിലാക്കി നിങ്ങൾ വായിക്കുക. അങ്ങനെ ഞാൻ ഒത്തിരി ബൈബിളുമായിട്ട് വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ്റെ ആ പീഡാസഹനങ്ങളും ഇതെല്ലാം എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ വരും. നേരത്തേക്ക് എത്ര വായിച്ചിരുന്നാൽ പോലും ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. എന്നാൽ ഇപ്പോൾ എനിക്ക് കൂടുതൽ ആ വചനങ്ങൾ മനസ്സിലാക്കാൻ എനിക്ക് സാധിക്കുന്നു. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് പത്രം ഞാൻ ആദ്യമൊക്കെ എൻ്റെ അമ്മയുടെ കൂടെ അല്ലെങ്കിൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ ആരെങ്കിലും കൂട്ടിന് വിളിക്കും, എൻ്റെ കൂടെ വരണം പത്രം കൊടുക്കാൻ വേണ്ടി. എനിക്ക് നാണക്കേടും പേടിയുമായിരുന്നു. പക്ഷെ ഞാനിന്ന് ഒറ്റയ്ക്ക് ആ റോഡുകളിലൂടെ നടക്കും, പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കും. മാതാവേ, എൻ്റെ കൂടെ ആയിരിക്കണമേ, ആരും എൻ്റെ കൂടെ ഇല്ല, കൂടെ ആയിരിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് എല്ലായിടത്തും പോയി നടന്ന്, ഓട്ടോ സ്റ്റാൻഡിലും റോഡുകളുടെ അരികിലും എല്ലായിടത്തും പരിശുദ്ധ അമ്മയെക്കുറിച്ച് പറഞ്ഞ് എൻ്റെ സാക്ഷ്യങ്ങളെല്ലാം പറഞ്ഞ് ഞാൻ പത്രം കൊടുക്കും. അതുപോലെ കാരുണ്യ പ്രവൃത്തിയായിട്ട് ഞാൻ മാനസിക വെല്ലുവിളി നേരിടുന്നവരുടെ അടുക്കൽ പോയി അവർക്ക് വേണ്ടുന്ന ഭക്ഷണങ്ങൾ വെച്ച് കൊടുക്കുക, അവരെ സഹായിക്കുകയും അവരുടെ കൂടെ സമയം ചെലവഴിക്കുകയും എല്ലാം ചെയ്യും. ഇപ്പോൾ ആരെങ്കിലും ഒരു രോഗിയെ കാണാൻ പോവുകയാണെന്ന് പറഞ്ഞാൽ ഞാൻ അവരുടെ കൂടെ സന്തോഷപൂർവ്വം ഉത്സാഹപൂർവ്വം ഞാൻ പോകും. നേരത്തേക്ക് മടി പിടിച്ചില്ല, ഞാൻ വരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് മാറിയിരിക്കും. അതുപോലെ തന്നെ പള്ളിയുടെ ഓരോ കാര്യങ്ങളിലും നേരത്തെ കുർബാനയ്ക്ക് പോവും, വീട്ടിൽ വരും, അങ്ങനെയായിരുന്നു. പക്ഷേ ഇപ്പം അങ്ങനെയല്ല. കൂടുതൽ എന്തൊക്കെയോ എനിക്ക് ചെയ്യണം, എൻ്റെ ദൈവത്തിന് വേണ്ടി, എൻ്റെ പരിശുദ്ധ അമ്മയ്ക്ക് വേണ്ടി എനിക്ക് എന്തൊക്കെയോ ചെയ്യണം എന്ന് പറഞ്ഞ്
കൂടുതൽ പ്രവർത്തനങ്ങളിൽ ഞാൻ ആയിരിക്കും. ഇത്രയും എന്നെ അനുഗ്രഹിച്ച എൻ്റെ പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ സാക്ഷി നിർത്തുന്നു.